ഹലോ, വീക്കെൻഡിൽ ഞാൻ എൻ്റെ സ്കിന്നിന് എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. സോ എൻ്റെ വീക്കെൻഡ് സ്കിൻ കെയർ റുട്ടീൻ. സോ ആദ്യം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ട് തരാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു കേട്ടോ. ഞാനിതിൻ്റെ ഫേസിൽ മാത്രം യൂസ് ചെയ്യുന്ന ടവലാണ്. എപ്പോഴും നമ്മൾ ബാത്ത് ടവൽ തന്നെ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെപ്പറേറ്റ് ഒരു ടവൽ നമ്മൾ എപ്പോഴും ഫേസിന് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ പോൺസിൻ്റെ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രബ്ബർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു 2-3 ഡേയ്സിന് മുന്നേ സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റീം ചെയ്യുന്നില്ല. വീക്ക്ലി 1 സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ്. സ്റ്റീം ചെയ്തിട്ടാണ് സ്ക്രബ്ബർ ഇട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ഹെഡ്സും കാര്യങ്ങളും എല്ലാം അങ്ങ് പോരും. അപ്പോൾ എന്തായാലും സ്ക്രബ് ചെയ്യാം. ഞാൻ ശരിക്കും ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ എനിക്കിതേ അത് കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പിമ്പിൾസും കാര്യങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കുറയുന്നുണ്ട്, ഇതിലും വേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നാട്ടിൽ നിന്നിട്ട് ഒരുപാട് ഈ എന്താ പറയുക കടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടായിരുന്നു. എണ്ണയിൽ പൊരിച്ചതല്ലേ, അതിൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ പിന്നെ ഈ ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്ട്സ് എടുത്ത് നോക്കിട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഇതാണെന്ന്. അപ്പോഴേ ഞാൻ നിർത്തി സംഭവം. സോ വീണ്ടും സ്കിൻ ക്ലിയർ ആയി വരുന്നു. ഇപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് സ്ക്രബ് ചെയ്യാതിരിക്കുക. ഞാനിപ്പോൾ കുറച്ച് കൈ നനച്ചിട്ട് വരാമേ. ഞാൻ ഫേസ് ഒന്ന് വെറ്റാക്കി. അപ്പം നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഞാൻ ഈ ഫേസ് ഒന്ന് വാഷ് ചെയ്യട്ടെ. ആ സ്ക്രബ്ബർ ഫുള്ള് നമ്മുടെ ഫേസിൽ നിന്ന് പോകണം. അങ്ങനെ ഞാൻ വീണ്ടും ഫേസ് വാഷ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഡീറ്റാൻ പാക്ക് ഇടണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡീറ്റാൻ പാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും കാര്യമുള്ളൂ. കടലമാവ്, പിന്നെ മിൽട്ടാണി മിട്ടി, ഇതിലോട്ട് കുറച്ച് കേർഡ് മിക്സ് ചെയ്തിട്ട് ഫേസിലിടാം കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഡീറ്റാൻ പാക്ക് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഡീറ്റാൻ പാക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ജോവീസിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ നേച്ചേഴ്സോ അങ്ങനെ ഒരെണ്ണത്തിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ രാഗ എന്ന് പറയുന്നതാണ്. സോ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് രാഗ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡീറ്റാൻ പാക്കാണ് കേട്ടോ. സോ നമുക്കിത് ഫേസിലിടാം. അപ്പം ഇതിടുമ്പോഴേ ഫേസിന് കുറച്ച് പുകച്ചിൽ കാണും. ഞാൻ ഇതിൽ കാണിച്ചിട്ട് രാഗ പോയി മേടിച്ചിട്ടിട്ട് പിന്നെ ഫേസ് പൊള്ളി അല്ല ഫേസിൽ ഭയങ്കര പുകച്ചിലെന്നും പറഞ്ഞ് എന്നോട് പറയില്ല. ശരിക്കും നല്ല പുകച്ചിലുണ്ട് ഫേസ് ഇതിടുമ്പോഴത്തേനും. പണ്ട് ഞാൻ എന്തിട്ടാലും ഉണ്ടല്ലോ കഴുത്തേലിട്ട് കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയും, എടി എന്തിട്ടാലും കഴുത്തേലും കൂടെ ഇട്ട് കൊടുക്കണം, ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞാൻ എപ്പോഴും ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രം ഇട്ട് വയ്ക്കും. ഈ ഭാഗമൊന്നും ഞാൻ ടച്ച് ചെയ്യത്തേ ഇല്ല. എൻ്റെ അമ്മ അന്ന് എന്നോട് പറഞ്ഞു തരുമായിരുന്നു, പക്ഷെ ഞാൻ കേൾക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു. കയ്യിൽ പറ്റിയിരിക്കുന്ന പിന്നെ നമ്മുടെ കയ്യിലൊക്കെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ രാഗയുടെ സാധനം മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു വെറ്റ് കോട്ടൺ വെച്ചിട്ട് ഈ ഡീറ്റാൻ പാക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അല്ലാതെ അങ്ങ് ഇട്ടതാണ്. സോ നമുക്കൊരു 15 to 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. പക്ഷെ ഞാനിത് വാഷ് ചെയ്ത് കളയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് കഴുകി കളയാൻ പോകുന്നില്ല. എൻ്റെ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും മേക്കപ്പ് എന്തെങ്കിലും ഇടുമ്പോൾ ഹെയർ ഇല്ലാത്തതാണ് നല്ലത്. സോ ഹെയർ കളയാം. അങ്ങനെ നമ്മൾ ഏകദേശം ഹെയർ എല്ലാം കളഞ്ഞു. ഇനി ഞാൻ പോയി കുളിക്കാൻ പോവാണ്. കുളിക്കുന്നതോടുകൂടി നമ്മുടെ സ്കിൻ കെയർ തീരുന്നില്ല കേട്ടോ. ഞാൻ കുളിച്ചിട്ട് വരാം, ബാക്കി പിന്നീട്. ഹലോ, അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മിനിമലിസ്റ്റിൻ്റെ ഒരു പീലിംഗ് സൊല്യൂഷനാണ്. ഇത് കുറേ പേർക്കറിയായിരിക്കും. ഇത് ഓർഡിനറിയുടെയും മിനിമലിസ്റ്റിനാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇത് ഫേസ് പീലാണ് കേട്ടോ. അത് ആദ്യം യൂസ് ചെയ്ത് തുടങ്ങുമ്പം ശരിക്കും 2 വീക്സിൽ ഒരു തവണ മാത്രമേ യൂസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സ്കിന്ന്
നല്ലതാണ് ഇത് ഇട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പം കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ വീക്ക്ലി വൺസ് ആണ് കേട്ടോ യൂസ് ചെയ്യണേ. നമുക്കിത് ഇട്ട് കൊടുക്കാം. എനിക്കൊന്ന് മിനിമലിസ്റ്റിൻ്റെ ഒരു യെല്ലോ കളറും ഓർഡിനറിയുടെ എനിക്ക് തോന്നുന്നു ഒരു ബീട്രൂട്ട് കളറാണെന്ന് തോന്നുന്നു, ഒരു റെഡ് കളർ പോലത്തെയാണ്. ഇത് യെല്ലോ ആണ്, പക്ഷെ ഫേസ് ഇട്ട് കഴിയുമ്പം യെല്ലോ ആണെന്നൊന്നും അറിയില്ല. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫേസ് ഫുൾ ഇട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഒരുപാട് ചൂടുവെള്ളത്തിലല്ല, ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. സോ ഒരു 10-15 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. ഇനി എപ്പോഴും ഫേസ് പീൽ ഇട്ടതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. സോ ഞാനൊരു നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീക്കെൻഡ് സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. എന്താ, മടി കൂടാതെ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടും. അതാണ് എൻ്റെ ഒരു എന്താ പറയുക മുദ്രാവാക്യം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര മടിച്ചയാണ്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ സംഭവം കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.